ഒരു ഭ്രൂണമായി അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ ജന്മം ആരംഭിക്കുന്നു. 10 മാസത്തോളം ഭാരം നൽകി ഒടുവിൽ സഹിക്കാൻ കഴിയാത്ത പേറ്റുനോവും അമ്മയ്ക്ക് നൽകിക്കൊണ്ട് നാം ജനിക്കുന്നു. നമ്മുടെ കരച്ചിൽ ഒന്ന് കേൾക്കേണ്ട മാത്രയിൽ വേദനയാൽ കണ്ണീർ വാർന്നിരുന്ന ആ കണ്ണുകളിൽ തൽക്ഷണം സന്തോഷത്തിൻ്റെ കിരണങ്ങൾ കാണുന്നു. അമ്മയുടെ എല്ലാ വേദനയും നമ്മുടെ ആ കുഞ്ഞു കരച്ചിലിൻ്റെ അലകളിൽ അലിഞ്ഞില്ലാതെയാകുന്നു. പിന്നെ അമ്മയുടെ മാറിടത്തിൻ്റെ ചൂടുപറ്റി മുലപ്പാലിൻ്റെ മധുരം നുണഞ്ഞ നാളുകൾ, അമ്മയുടെ മടിത്തട്ടിലിരുന്ന് കഥകളും പാട്ടുകളും കേട്ട നാളുകൾ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ പല രാത്രികളും ഉറക്കം കളഞ്ഞ് അമ്മ നമ്മുടെ കുസൃതികൾ ആസ്വദിച്ചിരുന്നു. അവ്യക്തമായ ശബ്ദങ്ങൾക്കിടയിൽ എന്നോ നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന അർത്ഥമുള്ള ആദ്യത്തെ വാക്ക് അമ്മ. അമ്മയുടെ കൈവിരലിൽ തൂങ്ങി ആദ്യത്തെ കാൽവെപ്പ്. കുഞ്ഞു കാലുകൾ കൊണ്ട് പിച്ച വെക്കവേ വീണുപോയ നമ്മളെ പലപ്പോഴും അമ്മ വാരിയെടുത്തു. നമ്മുടെ കൈപിടിച്ച് അക്ഷരലോകത്തേക്കുള്ള ആദ്യ വാതിൽ തുറന്നു തന്നു. സ്നേഹം നിറഞ്ഞ ശാസനകളാൽ നേർവഴിയിലേക്ക് നയിച്ചു. ഉയർച്ചകളിലും തോൽവികളിലും കൂടെ നിന്നു. സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രചോദനം നൽകി. ഒടുവിൽ അമ്മയുടെ അവസാന നാളുകൾ. നമ്മൾ അമ്മയുടെ മടിയിൽ കിടന്ന് ജീവിതം ആരംഭിച്ചു. എന്നാൽ അമ്മയുടെ ജീവിതം നമ്മുടെ മടിയിൽ കിടന്ന് അവസാനിക്കുന്നു. അന്ന് അമ്മയെന്ന സ്നേഹത്തിന് നൽകാൻ നമ്മുടെ കയ്യിൽ ഒരു അന്ത്യചുംബനം മാത്രം ബാക്കിയാകുന്നു. നിറ കണ്ണുകളോടെ നെറ്റിയിന്മേൽ വീണ് കിടക്കുന്ന ആ ജരാനിരകൾ മാറ്റി അമ്മയുടെ നെറ്റിയിൽ ചുംബിക്കവേ തോന്നിപ്പോകും നമ്മുടെ ലോകം അമ്മ എന്ന 2 അക്ഷരത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയാണോ എന്ന്. കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹത്തോടെ ബിജോയ്.